ബി.ഡി.ജെ.എസ്. എൻ.ഡി.എ വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. പാർട്ടി എൻ.ഡി.എയിൽ തുടരുമെന്നും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും തുഷാർ പറഞ്ഞു. അതേസമയം മുന്നണിയിൽ പരിഗണന കിട്ടാത്തതിൽ ബി.ഡി.ജെ.എസിൽ അതൃപ്തി പുകയുകയാണ്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, പാർട്ടി എൻ.ഡി.എയിൽ തുടരുമെന്നാണ്, നിലവിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനം, അതിൽ ഉണ്ടായിരിക്കുന്ന തർക്കങ്ങൾ കെട്ടടങ്ങും മുന്നെയാണ് ബി.ഡി.ജെ.എസിൽ പുതിയ കലാപക്കൊടി ഉയർന്നിരിക്കുന്നത്. എൻ.ഡി.എ ബി.ഡി.ജെ.എസിന് അർഹമായ പ്രാധാന്യം മുന്നണി നൽകുന്നില്ലെന്നാണ് ബി.ഡി.ജെ.എസിന്റെ ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത്. അതേപോലെ കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥിയായിട്ട് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ ഈ മത്സരത്തിന് ശേഷം ബി.ജെ.പിക്കുള്ളിൽ അല്ലെങ്കിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ തുഷാറിന് അർഹമായ പ്രാധാന്യം മുന്നണി നൽകാമെന്നും അതേപോലെ എം.പി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അങ്ങനൊരു ചുമതലയൊന്നും തുഷാറിന് നൽകിയിട്ടില്ല. ബി.ഡി.ജെ.എസിൽ ഒരു വിഭാഗം നേതാക്കൾ എൻ.ഡി.എ വിടണമെന്ന തീരുമാനത്തിൽ അല്ലെ ആ ഒരു താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിലുണ്ടായ ഒരു യോഗത്തിൽ എൻ.ഡി.എ വിടണമെന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. അതായത് രണ്ട് മുന്നണികൾ, കേരളത്തിൽ രണ്ട് മുന്നണികളുണ്ട്, അവിടെ എവിടേക്കെങ്കിലും ആ രണ്ട് മുന്നണിയിൽ ഏതിലെങ്കിലും മാറണം എന്ന ഒരു നിർദ്ദേശമാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുണ്ട് എൻ.ഡി.എ വിടില്ലെന്നും എൻ.ഡി.എ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് ഇപ്പോൾ തുഷാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ബി.ജെ.പിയിൽ ഒരു വിഭാഗം നേതാക്കൾ തുഷാർ വെള്ളാപ്പള്ളി പോയാലും കുഴപ്പമില്ല എന്ന ഒരു നിർദ്ദേശവുമായി വന്നിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര നേതൃത്വം, ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഇത് അംഗീകരിച്ചിട്ടില്ല. അതായത് തമിഴ്നാട്ടിലെ എൻ.ഡി.എയിൽ നിന്ന് എ.ഡി.എം.കെ പുറത്തു പോയിരുന്നു. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയ തിരിച്ചടിയാണ് തമിഴ്നാട്ടിൽ നേരിട്ട്. അതേപോലെ കേരളത്തിലും അതിന് തൊട്ടു പിന്നാലെ അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ.ഡി.എയിൽ നിന്ന് തുഷാറിനെ പുറത്താക്കാൻ അല്ലെങ്കിൽ ബി.ഡി.ജെ.എസിനെ പുറത്ത് കളയാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാവില്ല. എന്നാൽ സംസ്ഥാന നേതൃത്വം തുഷാറുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കലാപക്കൊടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.